ഉള്ളു കുറവായിരുന്ന മുടി ഞാൻ ഇത്രത്തോളം വളർത്തിയെടുത്തത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കും കൂടി ഞാനൊന്ന് പറഞ്ഞു തന്നാലോ. അപ്പോൾ ഇത് ഇത്രയും ഉള്ളാക്കി എടുത്തത് നല്ല കഷ്ടപ്പെട്ടാണ് കേട്ടോ. അപ്പം എൻ്റെ മുടി ഇത്ര ഉണ്ടായിരുന്നുള്ളൂ, അപ്പം ഇത് ഇത്രയും ഉള്ളാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളും കൂടി എങ്ങനെയാണെന്ന് നോക്ക്. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഹെയർ കെയർ ചാലഞ്ചാണ് കേട്ടോ. നമ്മൾ നേരത്തെ ബ്രൈഡൽ ഹെയർ കെയർ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ കാരണം നമ്മളതൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മളത് റീസ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പം 2 ഡേയ്സിൻ്റെ ഇത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഇതിൻ്റെ ബാക്കിയായിട്ട് ഇന്ന് അത് തുടരാം. അപ്പം എന്തായാലും നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം. നല്ല അടിപൊളി റിസൾട്ടാണ്. അന്ന് ഞാൻ 2 ദിവസത്തെ ഇത് ഹെയർ പാക്ക് ചെയ്തപ്പോൾ തന്നെ നല്ല വ്യത്യാസം എനിക്കുണ്ടായി. കണ്ടോ, നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം. നേരത്തെ എൻ്റെ മുടിയുടെ കട്ടിങ് ഇപ്പോഴത്തെ എൻ്റെ മുടിയുടെ കട്ടിങ് കൂടി നല്ല വ്യത്യാസമുണ്ട്. ഞാൻ ഫോട്ടോ ഇവിടെ കൊടുത്തേക്കാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ അറിയാൻ പറ്റും. ഉള്ളു വെച്ചു കേട്ടോ, നല്ല ഉള്ളു വെച്ചിട്ടുണ്ട്. നേരത്തെ എനിക്ക് ഉള്ളു അങ്ങനെ അധികം ഉള്ളില്ലായിരുന്നു. ഇപ്പം എനിക്ക് കുറച്ച് ഉള്ളു വെച്ചിട്ടുണ്ട്. പിന്നെ പുതിയ കുഞ്ഞു മുടികളൊക്കെ വളരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിന് എന്ന് വളർന്ന് താഴെ വരുമെന്നൊന്നും എനിക്കറിയില്ല. അപ്പം മുടി ശ്രദ്ധിക്കാതിരുന്ന 2 മാസങ്ങളായിരുന്നു കേട്ടോ ഈ കഴിഞ്ഞു പോയ 2 മാസം. അപ്പോൾ അതിന് മുന്നേ വരെ ഏകദേശമൊക്കെ ഞാൻ മുടിയുടെ കാര്യത്തിൽ കുറച്ചൊക്കെ ശ്രദ്ധിക്കുമായിരുന്നു. അപ്പം ഇന്ന് നമ്മുടെ വീഡിയോ നമ്മുടെ ഹെയർ ഗ്രോത്ത് ചാലഞ്ച് വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും എല്ലാവരും കാണണം കേട്ടോ. അപ്പോൾ നേരത്തെ എനിക്ക് മുടി ഉള്ളതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ ഞാൻ സൂക്ഷിക്കുമായിരുന്നു. പിന്നെ ഇടയ്ക്ക് വെച്ച് അതങ്ങോട്ട് സൂക്ഷിക്കാതെയായി, മൊത്തം കുളമായി, ബ്രേക്കേജൊക്കെ വന്നു. പിന്നെ ഞാൻ മുടി ഒന്ന് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ മുടി നോക്കാൻ വേണ്ടി തുടങ്ങിയത്. അപ്പോൾ ആ വീഡിയോസിൽ ഞാൻ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതെല്ലാം നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഹെയർ കെയർ ചാലഞ്ച് ചെയ്യുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതും ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ കൂടെ അടിപൊളി ഒരു ചേഞ്ച് നിങ്ങൾക്ക് വരും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. എൻ്റെ വീഡിയോ ഇതുവരെ കാണാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം തിരിയുമെന്ന് എനിക്കറിയില്ല. കാരണം എൻ്റെ പല്ലിൽ ഗ്യാപ്പുള്ള കാരണം അകത്തും ഒരു കമ്പി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പം ഒരു 4 മാസത്തിൻ്റെ ഇടയ്ക്ക് ഊരെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അതുവരെ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക കേട്ടോ. മാക്സിമം ഞാൻ ക്ലിയറായിട്ട് പറയാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം നമുക്ക് വൈകിപ്പിക്കേണ്ട വീഡിയോയിലേക്ക് നേരെ പോവാം. അപ്പോൾ 2 മാസം മുന്നെയാണ് നമ്മൾ ഹെയർ കെയർ ചാലഞ്ച് തുടങ്ങിയത്. അതായത് കല്യാണം എടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ മുടിയൊക്കെ കുറച്ച് സൂക്ഷിക്കാം, ഇച്ചിരി വൃത്തിയായിട്ടൊക്കെ ഇരുന്നോട്ടെ എന്ന് കരുതിയാണ് കേട്ടോ ഞാൻ ഈ ചാലഞ്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ കാരണം. അപ്പം നേരത്തെ ഒരുവിധം ആഴ്ചയിൽ 2 ദിവസമൊക്കെ ഞാൻ മുടിയിൽ എന്തെങ്കിലുമൊക്കെ പാക്കോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചിലപ്പോൾ ഹോട്ട് ഓയിൽ മസാജ് ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ 2 മാസം എന്തോ ഞാനങ്ങ് ശ്രദ്ധിക്കാതെ കളഞ്ഞു. പിന്നെ ആ ഒരു ടൈമിലാണ് എൻ്റെ തലയിൽ ഫുള്ളങ്ങ് താരനായി. അപ്പോൾ അതെങ്ങനെയും ഒന്ന് മാറ്റണമെന്ന് പറഞ്ഞ് ഞാൻ കുറേ ഷാമ്പു ഇതൊക്കെ ഞാനങ്ങനെ ഷാമ്പു ഒന്നും യൂസ് ചെയ്യാത്ത ആളാണ്. പക്ഷേ കോട്ടക്കലിൻ്റെ ഷാമ്പു വാങ്ങിച്ച് ഞാൻ യൂസ് ചെയ്ത് എനിക്ക് നല്ല മാറ്റം ഉണ്ടായിരുന്നു. ഒറ്റ തവണ ഞാൻ യൂസ് ചെയ്തതുള്ളൂ, താരൻ കംപ്ലീറ്റ് പോയെന്ന് തന്നെ പറയാം. പിന്നെ ഇപ്പം പൊതുവേ ചൂടായതുകൊണ്ട് തന്നെ നമ്മൾ പുനലൂരാണ്, അപ്പോൾ ചൂട് കൂടുതലുള്ള സ്ഥലമാണ്. ഇപ്പം തന്നെ കണ്ടോ വിയർത്തൊഴുകാണ്. അപ്പോൾ എന്തായാലും നമ്മൾ കുളിച്ചിട്ട് വന്ന് എത്രക്ക് മുടി ഉണക്കിയാലും തല പെട്ടെന്ന് വിയർക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഇരുന്ന് അവിഞ്ഞ് നമുക്ക് താരനും പെയിനും ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം മാക്സിമം നമ്മൾ തല എപ്പോഴും ഉണക്കി തന്നെ സൂക്ഷിക്കുന്നുണ്ട്. പിന്നെ വിയർക്കും, അത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം മാക്സിമം നമ്മൾ നന്നായിട്ട് തന്നെ മുടി കെയർ ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പം ആ ഒരു ടൈമിലാണ് കേട്ടോ കുറേ അങ്ങ് താരനായത്. പിന്നെ അത് കഴിഞ്ഞ് താരൻ എങ്ങനെ ഇതൊന്ന് മാറ്റിയെടുത്താൽ മാത്രമേ നമ്മുടെ മുടി വളർത്താൻ പറ്റൂ എന്നെനിക്കറിയാം. അപ്പോൾ താരൻ ഞാൻ ഫസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് മാറ്റി. അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാനിപ്പം ഇത് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ആദ്യം ഞാൻ ഹോട്ട് ഓയിൽ മസാജാണ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഞാൻ ഈ സ്റ്റാർട്ട് ചെയ്ത് 2 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ഇന്ന് സ്റ്റോപ്പ് ചെയ്തു എന്ന് പറഞ്ഞല്ലോ. പക്ഷെ എനിക്ക് തോന്നുന്നു ആ 2 മാസം മുന്നേ ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണെന്ന് തോന്നുന്നു എൻ്റെ മുടിക്ക് ഇപ്പോൾ ഇതായിട്ട് വന്നത്. കാര്യം മുടിക്ക് ഉള്ളു വെച്ചിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഒട്ടും ഇടയ്ക്ക് വെച്ച് പണ്ടൊക്കെ ഉള്ളുണ്ടായിരുന്നു കേട്ടോ. പിന്നെ സൂക്ഷിക്കാതെ അഴിച്ചിട്ടാട്ടി, അമ്മ പറയുന്നതാണ് കേട്ടോ, അഴിച്ചിട്ടാട്ടിക്കൊണ്ട് നടന്ന് ഫുള്ള് പോയി. പിന്നെ ഞാൻ അന്ന് മുടി വെട്ടിയായിരുന്നു, ഒരു ലെയർ കട്ടൊക്കെ അടിച്ചു. അപ്പോഴും മുടി കുറേ പോയി. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പം ഞാൻ അമ്മയെ കൊണ്ട് പിന്നെ മുടി വെട്ടിച്ചു. പിന്നെ ഞാൻ ആദ്യമേ പോയി വെട്ടിയത് പാർലറിലാണ്. അപ്പോൾ പാർലറിൽ പോയി മുടി വെട്ടി. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒട്ടും തന്നെ കിളിക്കുന്നുണ്ടായിരുന്നില്ല. അമ്മയാണ് എനിക്ക് സാധാരണ മുടി വെട്ടി തരാറുള്ളത്. അപ്പോൾ പാർലറിൽ പോയിട്ട് ഒരു 6 മാസം കഴിഞ്ഞിട്ട് മുടിക്ക് യാതൊരുവിധ ചേഞ്ചും ഇല്ല. അവിടെ എവിടെയൊക്കെ വാല് പോലെ കിടക്കുന്നതല്ലാതെ ഒരു ചേഞ്ചും ഇല്ല. പിന്നെ അമ്മയത്
ആ മേൽ വെച്ച് തന്നെ അമ്മേനെ കട്ട് ചെയ്ത് തന്നു. അതിനുശേഷമാണ് മുടി ഒന്ന് വളർന്നു തുടങ്ങിയത്. പിന്നെ ഞാൻ മിക്കവാറും ഹോട്ട് ഓയിൽ മസാജ് ചെയ്ത് കൊടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എഫക്റ്റാണോ അതോ ഞാൻ 2 മാസം മുന്നേ ചെയ്ത ഹെയർ കെയർ ചാലഞ്ചിൻ്റെ എഫക്റ്റാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും മുടിക്ക് നല്ല ഉള്ളു വന്നിട്ടുണ്ട്. അപ്പോൾ സന്തോഷമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഉള്ളു വന്നപ്പം നമുക്ക് ഇത് കുറച്ചും കൂടി വളർന്നോട്ടെ, ഇച്ചിരിയും കൂടി നീളമുണ്ടെങ്കിൽ കൊള്ളാം എന്നൊക്കെ ഒരു താല്പര്യം വന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ചാലഞ്ച് മുന്നോട്ട് തന്നെ കൊണ്ടുപോകാം. അപ്പോൾ ഇനി കല്യാണത്തിന് 6-7 മാസം കൂടെ ഉള്ളൂ. അപ്പോൾ ഇത്രയും മാസം കൊണ്ട് എന്തായാലും നമുക്ക് നമ്മുടെ ഹെയർ ഒന്ന് അടിപൊളിയാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു ചലഞ്ചിൽ നിങ്ങളും കൂടെ ഉണ്ടാവുക. നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് ഉറപ്പാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ റോസ്മേരി ലീവ്സ് വേണം. ഡ്രൈഡ് റോസ്മേരി ലീവ്സ് നമുക്ക് മീഷോയിലും ഫ്ലിപ്കാർട്ടിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ. അപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഉലുവയാണ് കേട്ടോ, പച്ച ഉലുവ വേണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത് ഇത് ഗ്രാമ്പുമാണ്. ഒരു 3 ഗ്രാമ്പ് മതി, ഒരുപാടൊന്നും വേണ്ട. ഇത് ഇത്രയും നമ്മുടെ ഹെയർ ഗ്രോത്ത് ഇമ്പ്രൂവ് ചെയ്യാനും അടിപൊളിയായിട്ട് ഇരിക്കാനും വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. അപ്പം നിങ്ങൾ ഞാനീ പറയുന്ന അതേ സ്റ്റെപ്പ് ഒന്ന് ഫോളോ ചെയ്യുക. ഈ ഒരു സംഭവം ഒന്ന് തേച്ച് നോക്കുക, നിങ്ങൾക്ക് അടിപൊളി റിസൾട്ട് ഉണ്ടാവും കേട്ടോ. അപ്പം ഞാനിതൊരിടയ്ക്ക് കണ്ടിന്യൂസ് ആയിട്ട് തേച്ചുകൊണ്ടിരുന്ന ഒരു സാധനമാണ്. പിന്നെ അതങ്ങ് എനിക്ക് മടി കാരണം ഞാനത് അവിടെ നിർത്തി വെച്ചു. പിന്നെയും എനിക്കിപ്പോൾ ഇത് ആവശ്യമായതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ഇത് തന്നെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാനിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾ പോയി കണ്ടിട്ട് വാ. അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ നമ്മുടെ റോസ്മേരി ലീവ്സ്. വേറൊരു പാക്കറ്റിനകത്തുള്ളതായിരുന്നു. ഞാനപ്പോൾ അത് എനിക്ക് എടുക്കാൻ സൗകര്യത്തിന് ഞാനൊരു ചെറിയൊരു ടിന്നിലാക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതിൽ തികയാതെ വന്നത് ഞാൻ ഈ ഒരു മയോണൈസിൻ്റെ ഒരു ടിന്നാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഞാൻ ആക്കി വെച്ചു. അപ്പോൾ ഇതിന് സ്പൂൺ കൊണ്ട് എടുക്കാൻ വലിയ പാടാണ്, എങ്കിലും ഞാൻ ഇതിനകത്ത് നിന്ന് ഇട്ട് വെച്ച് പോയല്ലോ. അപ്പോൾ ഇനി വേറെ ഒന്നിലും എനിക്ക് മാറ്റാനുള്ള മടി കാരണം അതിൽ തന്നെ വെച്ചു കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ആവശ്യമുണ്ട്. ഇത് നമുക്ക് 1 ടേബിൾ സ്പൂണാണ് ആവശ്യം. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ടീസ്പൂൺ ആയതുകൊണ്ട് തന്നെ 2 ടീസ്പൂൺ ഞാനിത് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാടൊന്നും ആവശ്യമില്ല, ഇത്രയും മാത്രം മതി. ഇനി നമുക്കൊരു 1.5 ഗ്ലാസ് വെള്ളവും കൂടി വേണം കേട്ടോ. ഇത് കൂടാതെ അപ്പോൾ റോസ്മേരി ലീവ്സ് ഞാൻ ആഡ് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് ഉലുവയാണ് കേട്ടോ. അപ്പോൾ റോസ്മേരി ലീവ്സ് നിങ്ങൾക്ക് ഡ്രൈഡ് നല്ലത് നോക്കി എടുക്കുക. അപ്പോൾ ഒരുപാട് ഞാൻ ഇതിന് മുന്നേ ഒരു തവണ റോസ്മേരി ലീവ്സ് വാങ്ങിച്ചപ്പം അതങ്ങ് ഒരുപാടങ്ങ് കരിഞ്ഞു പോയിരുന്നു കേട്ടോ. അതിന് റോസ്മേരി ലീവ്സിൻ്റെ ഒരു സ്മെല്ലും ഉണ്ടായിരുന്നില്ല. അപ്പം ഈ തവണ വാങ്ങിച്ചത് കറക്റ്റാണ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല റോസ്മേരി ലീവ്സ് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിച്ച് വാങ്ങാം. പിന്നെ നമുക്ക് വേണ്ടത് ഉലുവയാണ്. ഉലുവ 1 ടീസ്പൂൺ മതി കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഗ്രാമ്പുമാണ്. ഗ്രാമ്പു 3 എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഗ്രാമ്പു ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഹെയറിന് എന്തെങ്കിലുമുള്ള ഡാമേജൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം അങ്ങ് മാറിക്കിട്ടും. ഗ്രാമ്പു അതിനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഗ്രാമ്പു സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത ഒന്നാണേ. അപ്പോൾ ഇത് 3 കൂടി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്കിനി ഒരു 1.5 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം ഒരു ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ അതെനിക്ക് ശകലം കുറവാണെന്ന് തോന്നിയിട്ട് ഞാൻ കുറച്ച് 1/2 ഗ്ലാസും കൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് നന്നായിട്ട് നമുക്കൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. ബോയിൽ ചെയ്തെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും 1.5 ഗ്ലാസ് എടുത്തത് 1 ഗ്ലാസ് ആയിട്ട് മാറണം. അതാണ് നമ്മുടെ കണക്കെന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിൻ്റെ കളറ് ജസ്റ്റ് ഒന്ന് മാറി വരുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഒരു 3 ദിവസം ഉപയോഗിക്കാനുള്ളതാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ വെക്കാം. നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി കേട്ടോ, കേടൊന്നും ഉണ്ടാവില്ല. അങ്ങനെ നമ്മൾ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് തിളച്ചൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ തിളച്ച് വരട്ടെ. ഇനിയിപ്പോൾ എന്താ ജസ്റ്റ് ഈ കളറൊക്കെ ഒന്നാവുമ്പോഴത്തേക്ക് നമുക്ക് സിമ്മിലിട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വാങ്ങിയെടുക്കാം കേട്ടോ. എന്നിട്ട് തണുത്തിട്ട് നമുക്ക് അരിച്ചെടുക്കാം. അപ്പോൾ എളുപ്പമായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. നമ്മുടെ ഹെയറിന് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരാഴ്ചയിൽ 2-3 തവണ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടിത്തുടങ്ങും. അപ്പം മുടി കൊഴിച്ചിലൊക്കെ മാറ്റാനും പുതിയ മുടി വളരാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ റോസ്മേരി എന്ന് പറയുന്നത്. അപ്പോൾ റോസ്മേരി മാത്രമല്ല, അതിൻ്റെ കൂടെ ഈ 2 കാര്യങ്ങളും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഫലം ഇരട്ടിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അടിപൊളി റിസൾട്ട് കിട്ടും കേട്ടോ. ഞാനൊരു അരിപ്പ വെച്ചതൊന്ന് അരിച്ച് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെനിക്കൊരു 3 ദിവസത്തിൽ കൂടുതൽ കാണുമെന്ന് തോന്നുന്നുണ്ട്, അറിയില്ല. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. എൻ്റെ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് മുടിക്ക് നീളം ഉണ്ടായിട്ടൊരു കാര്യമില്ല, അതിന് കുറച്ച് ഉള്ളും കൂടെ ഉണ്ടെങ്കിൽ ഒരു ഭംഗി കാണത്തുള്ളൂ. എനിക്ക് അങ്ങനെ കിടക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. കുറച്ച് നീളം കുറഞ്ഞാലും ഉള്ളുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ അതാണ് ഞാൻ ഇത്രയും കിടന്ന് കഷ്ടപ്പെടുന്നത്, മുടിക്കൊന്ന് ഉള്ളു ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ മുടി ഒരു ഒട്ടിക്കിടക്കുന്ന ടൈപ്പ് ആയതുകൊണ്ട് തന്നെ അത് കുറച്ച് ഷാമ്പൂ ഒക്കെ ഇട്ട് പറത്തിയാലും വലിയ രസമൊന്നും ഉണ്ടാവില്ല. അത് ഉള്ളുണ്ടായാൽ തന്നെ ഭംഗി കാണുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടിട്ട് വന്നില്ലേ? അപ്പോൾ നമ്മളതൊന്ന് തണുത്തതിന് ശേഷം
എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഞാൻ കണ്ടോ, ഇതിപ്പോൾ നമ്മുടെ ഹെയറിന് ആവശ്യമുള്ളത് നമ്മൾ എടുത്തിട്ട് ബാക്കിയുള്ളത് നമുക്ക് ഒന്നുകിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം, അതല്ലെങ്കിൽ പുറത്ത് വെച്ചാൽ നിങ്ങൾക്കൊരു 3 ദിവസം വരെ ഇത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്നൊന്നും യൂസ് ചെയ്യലൊരു ഒന്നരയായിട്ടുള്ള ദിവസങ്ങളിലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അടിപൊളിയായിട്ടാണ് കേട്ടോ നമ്മുടെ മുടിയൊക്കെ ഒട്ടിയിരിക്കുന്നതൊക്കെ അങ്ങ് മാറിക്കിട്ടും. ഞാൻ നേരത്തെ ആണെങ്കിൽ ഈ റോസ്മേരി ലീവ്സ് ഇടാതെ തന്നെ ഈ ഉലുവയുടെ വെള്ളം എനിക്ക് അവധി കിട്ടുന്ന എല്ലാ ദിവസവും ഞാനത് യൂസ് ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അപ്പോഴൊക്കെ എൻ്റെ മുടിയാണെങ്കിൽ സാധാരണ എൻ്റെ മുടി ഞാൻ എണ്ണ തേച്ചങ്ങ് ഒട്ടിച്ച് വെക്കുന്ന മുടിയാണ്. പക്ഷേ ഇത് തേക്കുമ്പം എൻ്റെ മുടി ഇങ്ങനെ കുറച്ച് ഒട്ടാതെ നല്ല ഭംഗിയായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഒരു കാലം +2 ടൈമിലായിരുന്നു കേട്ടോ കൂടുതൽ ഞാനത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്ന് മുടി ഉണ്ടായിരുന്നു, സൂക്ഷിക്കുമായിരുന്നു. ഇപ്പോഴാണെങ്കിൽ സൂക്ഷിക്കത്തില്ല, അഴിച്ചിട്ടങ്ങ് ആട്ടി നടക്കുകയാണ്. അപ്പോൾ പറഞ്ഞു വന്നത് കാരണമല്ല, ഈ ഉലുവ മാത്രമാണെങ്കിലും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഈ റോസ്മേരിയും ഈ ക്ലോവ്സും കൂടി ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി എഫക്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ അടിപൊളിയാണ്, നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിത് ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിന് മുന്നേ നമ്മൾ ഏത് ഹെയർ ഓയിലാണോ യൂസ് ചെയ്യുന്നത് ആ ഹെയർ ഓയിൽ വെച്ച് നമ്മൾ സ്കാൽപ്പ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കത് മസാജ് ചെയ്ത് കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മതി. അതെ, എണ്ണ ഇത്ര എടുത്തിട്ടുള്ളൂ കേട്ടോ, ഒരുപാടൊന്നും വേണ്ട. നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്താൽ മാത്രം മതി. ഇതങ്ങനെ തേച്ച് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷേ എനിക്ക് പേടിയാട്ടോ മുടി പൊഴിഞ്ഞു പോയാലോ. ഞാനതുകൊണ്ട് ഈ എണ്ണ എനിക്ക് ഭയങ്കര വിശ്വാസമാണ്. കാരണം ഞാൻ തന്നെ കച്ചുന്ന എണ്ണയാണ്. അപ്പം അതിനകത്ത് കെമിക്കലൊന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. ഈ റോസ്മേരി തന്നെ മുടി വളരാനൊക്കെ നല്ലതാണ്, പക്ഷേ എന്തൊക്കെ കെമിക്കൽ ചേർന്നാൽ വരുന്നതെന്ന് നമുക്കറിയത്തില്ലല്ലോ. അപ്പോൾ മാക്സിമം നമ്മൾ കഴുകിയൊക്കെ എടുക്കുമെങ്കിലും ഒന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് എൻ്റെ ഒരു വിശ്വാസത്തിനാണ് കേട്ടോ ഞാൻ ഈ ഹെയറിൽ എണ്ണ തേക്കുന്നത്. എന്ന് വെച്ച് മുടി പൊഴിക്കലെന്നല്ല, ഒരു പരിധി വരെ കുറയുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതെ, നമ്മൾ എണ്ണ നന്നായിട്ട് തന്നെ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ വാട്ടർ ഇത് വേണമെങ്കിൽ നമുക്ക് ഞാനിത് പണ്ട് യൂസ് ചെയ്ത റോസ്മേരിയുടെ ബോട്ടിലായിരുന്നു കേട്ടോ. ഇപ്പോൾ അത് തീർന്ന കാരണം ഞാൻ പിന്നെ ഈ ബോട്ടിലിൽ ഈ വെള്ളം ഒഴിച്ചിട്ട് ചിലപ്പോൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇപ്പം എനിക്ക് എന്തോ അതിനകത്ത് ഒഴിക്കാൻ മടി, അതുകൊണ്ട് ഞാൻ ഇത് ഡയറക്റ്റായിട്ട് തന്നെ തേച്ച് കൊടുക്കാൻ പോവാണ്. തേച്ച് കൊടുത്ത് സ്കാൽപ്പിൽ നന്നായി നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആ റോസ്മേരി ലീവ്സിന് ഒരു സ്മെല്ലുണ്ടല്ലോ, അതിൻ്റെ സ്മെല്ലും എന്താ പേര്, ഗ്രാമ്പൂവിൻ്റെ സ്മെല്ലും കൂടെ ആകുമ്പം നല്ല മണം വരുന്നുണ്ട് കേട്ടോ. വെള്ളം ഇതുണ്ടെങ്കിൽ നമ്മൾ ഒരുപാടങ്ങ് വാരിക്കോരി ഒഴിക്കേണ്ട ആവശ്യമില്ല, എല്ലായിടത്തോട്ടും ആയിക്കോളും. അപ്പം ഇതെല്ലാം ഇത്രയും ഉണ്ടെന്ന് നമ്മൾ ഇത്രയും കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. മെയിനായിട്ട് നമ്മുടെ മുടിക്ക് ഉള്ളിൽ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ യൂസ് ചെയ്യുക. അപ്പം ഇത് തേച്ച് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഇത്രയും ഭാഗം മതി കേട്ടോ നമ്മൾ മസാജ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. നമ്മുടെ കയ്യിൽ നാക്കമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് എത്തിയിട്ടൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും. സർക്കുലർ മോഷനിൽ നിങ്ങൾ മസാജ് ചെയ്യുക കേട്ടോ. എന്നുവെച്ചാൽ വലിച്ചു കുറച്ചെടുക്കരുത്, മാവ് നനഞ്ഞിരിക്കുകയാണ്. മുടിയെല്ലാം കൂടെ കുറച്ചും കൈ വരും. അപ്പോൾ നമ്മൾ ഹെയർ നന്നായിട്ട് തന്നെ മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും റിസൾട്ട് അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾ ഒരു ആഴ്ചയിൽ 2 തവണ അല്ലെങ്കിൽ 3 തവണയൊക്കെ യൂസ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ബെറ്റർ റിസൾട്ട് കിട്ടും. അപ്പോൾ എന്തായാലും നിങ്ങളിത് യൂസ് ചെയ്ത് നോക്കുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക.
പിന്നെ ഒരു കാര്യം, ഇന്ന് തേച്ച് കഴിഞ്ഞാൽ നാളെ എൻ്റെ റിസൾട്ട് കിട്ടിയില്ലെന്നും പറഞ്ഞ ആരും വന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യരുത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഒരു മാസമെങ്കിലും നിങ്ങൾ ഒന്ന് യൂസ് ചെയ്ത് നോക്കിയിട്ട് മാത്രം റിസൾട്ട് നോക്കിയിരിക്കുക. നമ്മൾ എന്ത് കാര്യമാണെങ്കിലും ക്ഷമയോട് കാത്തിരിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് മസ്റ്റായിട്ട് റിസൾട്ട് കിട്ടും. എനിക്ക് കിട്ടിയില്ലേ, അപ്പോൾ പിന്നെ നിങ്ങൾക്ക് കിട്ടാതൊന്നുമില്ല, കിട്ടും. അപ്പോൾ ഇത് തേച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ മാത്രം കളഞ്ഞില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. കാരണം നമ്മളിത് സ്കാൽപ്പിൽ കുറച്ചല്ലേ അപ്ലൈ ചെയ്തോളൂ, അല്ലാതെ കുളിക്കുന്നത് പോലെ ഒരുപാട് വാരിക്കോഴി തേക്കുന്ന അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇത് കെമിക്കലായിട്ടുള്ള ഒരു സാധനം നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുമില്ല. അപ്പോൾ റോസ്മെരിക്കകത്ത് എന്തോരം കെമിക്കലാണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അപ്പോൾ റോസ്മെരി ലീവ്സ് നമ്മൾ യൂസ് ചെയ്തു. അല്ലാതെ ഈ വാട്ടർ യൂസ് ചെയ്യുമ്പോൾ അതിനകത്ത് എന്തൊക്കെ കെമിക്കൽ ആഡ് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതിനകത്ത് എന്തായാലും റിസൾട്ട് ഉണ്ടെങ്കിൽ ഈ റോസ്മെരി ലീവ്സിനകത്ത് എന്തായാലും നിങ്ങൾക്ക് റിസൾട്ട് ഉറപ്പാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഞാനിതിനി ഇപ്പോഴേ വാഷ് ചെയ്യുന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ടേ വാഷ് ചെയ്യുന്നുള്ളൂ. ഇതിനി പെട്ടെന്ന് പനിയൊക്കെ പിടിക്കുന്ന ആൾക്കാരാണെങ്കിൽ എന്തായാലും നിങ്ങളിത് തലയിൽ തേച്ചിട്ട് വാഷ് ചെയ്ത് കളയുക കേട്ടോ. ഞാൻ കാരണം നിങ്ങൾക്ക് പനി പിടിച്ചു എന്ന് പറയരുത്. അപ്പോൾ എന്തായാലും അടിപൊളി ഒരു സംഭവമാണ്, നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.